ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ വേദിയിലും പരിചയത്തുമുള്ള പ്രവാചക സ്നേഹികളെ, അസ്സലാമു അലൈക്കും. ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ അസ്സലാമുഅലൈക്കും നിങ്ങളോട് രണ്ട് വാക്കുകൾ സംസാരിക്കാൻ കഴിഞ്ഞത് ആദ്യം തന്നെ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. കൈമുതലാക്കി ജീവിച്ചിരുന്ന കാട്ടാറബികളുടെ മധ്യത്തിലേക്ക് ശാന്തസുന്ദരനും സൗമ്യ മനസ്കരനുമായി ഉദയം കൊണ്ടവരാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണദൂതരായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ലോകക്കാർക്ക് അനുഗ്രഹീതമായിട്ടല്ലാതെ നബിയെ നിങ്ങളെ ഞാൻ അയച്ചിട്ടില്ല എന്നാണ്. അറേബ്യയുടെ മണൽപ്പരപ്പിൽ ഖുറൈശികളുടെ ഭീഷണികൾക്ക് നടുവിൽ ശരണം സമർപ്പിച്ച തിരുനബിയോടും സ്നേഹിക്കാൻ അർഹനായ ആരാണ് ഈ ലോകത്തുള്ളത്? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇന്നല്ലാഹു വമലായികതുഹു യുസല്ലൂന അലൻ നബി അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. തീർച്ചയായും അല്ലാഹുവും അവന്റെ മലക്കും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. അല്ലേ സത്യവിശ്വാസികളെ, നിങ്ങളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. കൂട്ടുകാരെ, നാം നബിയുടെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കണം. സ്വലാത്ത് അധികരിപ്പിക്കുന്നതിലൂടെ നബിയോടുള്ള സ്നേഹം അധികരിപ്പിക്കണം. സ്വഹാബാക്കൾക്ക് നബിയോടുണ്ടായിരുന്ന സ്നേഹത്തിന് അതിരില്ലായിരുന്നു. നബി എന്ത് പറഞ്ഞാലും രണ്ടാമത്തെ ആലോചിക്കാതെ പ്രവർത്തിച്ചവരായിരുന്നു സ്വഹാബാക്കൾ. യുദ്ധത്തിൽ ഭർത്താവും കുഞ്ഞുങ്ങളും ചെയ്ത എന്നറിഞ്ഞിട്ടും വേവലാതിപ്പെടാതെ തൻ്റെ തിരുദൂതർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് അന്വേഷിച്ച് മുന്നോട്ട് പോയ സ്വഹാബി വനിത നമുക്ക് മാതൃകയാകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞ സമയം സ്വഹാബാക്കൾ അനുഭവിച്ച ദുഃഖം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വേദനാജനകമായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് സങ്കല്പങ്ങൾക്ക് സ്വഹാബാക്കൾക്ക് അതീതമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വികാരഭരിതനായി വാളെടുത്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഏകാന്തം കയറി ഇരുന്നു പോയി. തിരുനബിയെ കാണാൻ കഴിയില്ലെങ്കിൽ ഈ കണ്ണി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കുത്തിപ്പൊട്ടിച്ചു. നബി ഇല്ലാതെ ഈ മദീന വേണ്ട എന്ന് പറഞ്ഞ് ഓടിപ്പോയ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഇഷ്ടിന് മുമ്പിൽ ഞാൻ എത്തിച്ചേരണം. വിശുദ്ധ ഹദീസിലൂടെ തിരുനബി നമ്മെ പഠിപ്പിക്കുന്നു, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും ഭാര്യ സന്താനങ്ങളെക്കാളും മറ്റെന്തിനേക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാൾ പൂർണ്ണ മുന്നിലാവുകയില്ല. കൂട്ടുകാരെ, നാം നമ്മുടെ ജീവനേക്കാൾ നബിയെ ഇഷ്ടം വെക്കണം. നബിയെ ഇഷ്ടം വെച്ച് ജീവിക്കണം. നമുക്ക് സ്വലാത്ത് ചൊല്ലി പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കാം. സല്ലല്ലാഹു വസല്ലമ അലൈഹി ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.